രണ്ട് വാക്ക് സംസാരിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ശ്രീ ജി സുരേഷ് കുമാർ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ സുരേഷ് ഗോപി, നമ്മുടെ ചേംബർ പ്രസിഡന്റ് ശ്രീ ജേക്കബ്, സെക്രട്ടറി സജി ബൊക്കച്ചൻ, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ക്രിസ്റ്റിൻ, ഫിയോക്കിൻ്റെ പ്രസിഡന്റ് വിജയകുമാർ, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ്റെ ഷാജി, ഇവിടെ നമ്മുടെ കുടുംബാംഗങ്ങളെ നമസ്കാരം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കേന്ദ്രമന്ത്രിയായിട്ട് വരിക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെ, അദ്ദേഹത്തിനെ പോലെ ഇത്രയും മനസ്സുള്ള, എന്ത് കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് മുമ്പോട്ട് നിൽക്കുന്ന ഒരാൾ നമ്മുടെ തറവാട്ടിൽ നിന്ന് കേന്ദ്രമന്ത്രിയായിട്ട് എത്തുമ്പോൾ അതേറെ സന്തോഷമാകുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ വർഷം മുമ്പുള്ള, ഒരു 40 കൊല്ലമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. സിനിമയിലൂടെ തുടങ്ങി ഇപ്പോൾ രാഷ്ട്രീയത്തിലൂടെ ഞങ്ങൾ ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ഞാനെൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം മന്ത്രിയാകുന്നു. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, സിനിമാ ഇൻഡസ്ട്രിയുടെ കുറേ വേവലാതികളുണ്ട്. അത് അദ്ദേഹത്തിന് നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട്. GSTയുടെ കാര്യം തന്നെ ഇപ്പോഴും പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. അത് കുറച്ചും കൂടെ ക്ലിയർ ആവാനുണ്ട്. അത് ഞങ്ങൾ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ട് അത് ഇടപെട്ട് അതിൻ്റെ ചില നൂലാമാലകൾ ചെയ്തു തരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് നിവേദനങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ടെലഗ്രാമിൽ പടങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടെലഗ്രാമിൽ വരികയാണ്. അതിന് ഒരു പദ്ധതി വരുത്തണം. അതെല്ലാവരും അതിൻ്റെ കാര്യങ്ങൾ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറും ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും കേരള ഫിലിം ചേംബറും എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിന് നിവേദനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മന്ത്രി വിചാരിച്ചാൽ അത് പെട്ടെന്ന് അവിടെ എത്തിക്കാൻ സാധിക്കും. എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കാര്യം ഞാൻ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേ ഉള്ളൂ. ഞാനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്കെന്ന് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അവിടുന്ന് അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞ ടെലികമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള OSD അദ്ദേഹം വിളിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയും ഇന്ന പോലാണ്, ഇന്ന കാര്യങ്ങളാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു മിനിസ്ട്രിയിൽ നിന്ന് വേറൊരാൾ വിളിക്കുന്നു, ഇത് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അത്ര സ്പീഡിലാണ് നമ്മുടെ മന്ത്രി കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അത് സോൾവ് ചെയ്ത് തരികയും ചെയ്തു അപ്പം തന്നെ. അതായത് ഞാൻ പറയുന്ന 24 മണിക്കൂർ എടുത്തില്ല. അതാണ് അതിൻ്റെ ഒരു മന്ത്രി ഇടപെട്ടാൽ എത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുള്ളതിൻ്റെ തെളിവാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒറ്റ ദിവസം, അതായത് രാവിലെ പറഞ്ഞു വൈകുന്നേരത്തിനുള്ളിൽ കാര്യം ശരിയായി. തിരിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് അതിൻ്റെ ആള്, ഞാൻ ഡൽഹിയിൽ വെച്ചിട്ട് അതിൻ്റെ ആൾ എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ വന്ന് കാണുകയും ചെയ്തു. അപ്പൊ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ച് ചെയ്തു തരാൻ പറ്റുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളുടെ സിനിമയുടെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ളത് എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്തായാലും വേറെ ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഞങ്ങൾ സഹോദരങ്ങളായിട്ടാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഞങ്ങൾ ട്രിവാൻഡ്രം